Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. Rashti. In today's class we are going to discuss about radiometric dating. അതായത് ഈ പണ്ട് കാലത്ത് ഡിനോസർ ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതിന്റെ സിനിമകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ജുറാസിക് 1, 1, 2, 3 എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സാധനം ഉണ്ടെന്നുള്ളതും ഇതിനിങ്ങനെ ഒരു ഷേപ്പ് ആണെന്നുള്ളതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അപ്പൊ ആ ഒരു കണ്ടുപിടുത്തത്തിന്റെ പുറകിലും ഫിസിക്സ് ഉണ്ട്, അല്ലെങ്കിൽ സയൻസ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് റേഡിയോമെട്രിക് ഡേറ്റിംഗ്? ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമൈൻ the absolute age of materials such as rocks, minerals and organic matter by measuring the proportions of naturally occurring radioactive isotope and their decay products. Okay, അപ്പോൾ അതൊരു ടെക്നിക്കാണ്, ഒരു റേഡിയോആക്റ്റീവ് ടെക്നിക്കാണ് ഈ ഒരു ഏജ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മുടെ കേസിൽ നമ്മൾ ഈ റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് യൂഷ്വലി യൂസ് ചെയ്യുന്നത് C14 ഐസോട്ടോപ്പാണ്, കാർബണിന്റെ ഒരു ഐസോട്ടോപ്പാണ്. അത് റേഡിയോ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയും. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നറിയാം? നമ്മുടെ സണ്ണില് ഹൈ എനർജി പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, കോസ്മിക് റേസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റിനും കോസ്മിക് റേസ് ഉണ്ട്. നമ്മുടെ ചുറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദി എർത്ത് കോസ്മിക് റേസ് ഉണ്ട്. ഓക്കെ, ഈ കോസ്മിക് റേസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട്, ന്യൂക്ലിയയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സെക്കൻഡറി പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെക്കൻഡറി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ന്യൂട്രോൺസ്. ഈ ന്യൂട്രോൺസ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. സോ ആ നൈട്രജനുമായിട്ട് ഈ ന്യൂട്രോൺ ഇന്ററാക്ട് ചെയ്ത് അത് കാർബണേയും ഹൈഡ്രജനെയും പ്രൊഡ്യൂസ് ചെയ്യും. പ്രോട്ടോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോട്ടോൺ പെട്ടെന്ന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തെടുത്ത് അതൊരു ഹൈഡ്രജൻ ന്യൂക്ലിയ ആയിട്ട് മാറും. അപ്പോൾ ഉണ്ടായ ഒരു ഐസോട്ടോപ്പാണ് C614 എന്ന് പറയുന്നത്. ഈ C614 സാധാരണ സ്റ്റേബിൾ കാർബൺ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് C612 ആണ്. പക്ഷെ ഈ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് കാർബൺ എന്ന് പറയുന്നത്, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് റേഡിയോ ആക്റ്റീവ് കാർബൺ എന്ന് പറയുന്നത്. അതിന്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 14ഉം ആണ്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് കാർബൺ ഉണ്ടാകുന്ന അപ്പൊ തന്നെ അത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പൊ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള നോർമൽ കാർബണും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സിൽ എന്ത് വന്നു? ഈ ഓർഡിനറി കാർബണും അതിന്റെ കൂടെ തന്നെ അതേ പ്രൊപ്പോർഷനിൽ റേഡിയോ കാർബണും വന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ പ്ലാന്റ്സിനെ നമ്മൾ കഴിക്കുമ്പം നമ്മളുടെ ഉള്ളിലും, അതായത് എല്ലാ ജീവികളുടെ ഉള്ളിലും ഈ റേഡിയോ കാർബണിന്റെ പ്രൊപ്പോർഷൻസ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൺസ്യൂം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര കാലമാണോ ആ ജീവിച്ചിരിക്കുന്നത്, അതിന്റെ ജീവിതകാലം മുഴുവനും ഇത് ഈ റേഡിയോ കാർബണെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ജീവി തട്ടിപ്പോകും. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പം ഈ കൺസ്യൂം ചെയ്യുന്നത് നിന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ റേഡിയോ കാർബൺ ഐസോട്ടോപ്പിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 5730 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇയേഴ്സ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആദ്യമായിട്ട് ആ ജീവി ഉണ്ടായി കൺസ്യൂം ചെയ്ത സമയത്ത് അതിനകത്തൊരു 10 ഗ്രാം റേഡിയോ കാർബൺ ഉണ്ടെന്ന് വെച്ചോ, ചുമ്മാ അങ്ങ് പറയാണ് കേട്ടാ 10. സോ അതിന്റെ നേരെ പകുതിയാകാൻ 5 കുറയാനായിട്ട് അതിന് എത്ര സമയം എടുക്കും? 5000ഓളം വർഷം എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഓൾറെഡി ഉള്ളത് പകുതിയാവാൻ 5000 ഇയേഴ്സ് എടുക്കും. വീണ്ടും അത് പകുതിയാകാൻ എഗൈൻ 5000 എടുക്കും. അപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ റേഡിയോ കാർബണിന്റെ ഡിസിൻറ്റഗ്രേഷൻ നമുക്ക് ആ എന്താ പറയാ നമ്മുടെ ഫോസിലില് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഡിസിൻറ്റഗ്രേഷന്റെ റേറ്റ് കമ്പയർ ചെയ്ത് ആണ്, അല്ലെങ്കിൽ ഹാഫ് ലൈഫുമായിട്ടൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ഈ ജീവി എത്ര കാലം മുന്നേ ആണ് ജീവിച്ചിരുന്നത്, എന്നാണ് അത് തട്ടിപ്പോയതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഈ റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. 5 മാർക്കിനോ 2 മാർക്കിനോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അത് നല്ല നീറ്റ് ആയിട്ട് ഈക്വേഷൻ ഒക്കെ ഉൾപ്പെടുത്തി എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ കഥയൊന്നും പറഞ്ഞു വെച്ചാലൊന്നും പറ്റത്തില്ല. കറക്റ്റ് ലാംഗ്വേജിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓൺ ദ പേപ്പർ. ഓക്കെ, സോ ഇതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടേ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോബ്ലം ഞാൻ ജസ്റ്റ് വായിക്കുകയാണ്. എ പീസ് ഓഫ് വുഡ് ഫ്രം ദ ruins of an ancient dwelling was found to have a C14 activity 13 disintegrations per minute per gram of its carbon content. The C14 activity of living wood is 16 disintegrations per minute per gram. How long ago did the tree die from the wood sample? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഇവർ തന്നേക്കുന്നത് C14 വുഡിലൊക്കെ ഇത്രയും നാള് പഴക്കമുള്ള വുഡാണെന്നൊക്കെ പറയുന്ന എല്ലാം ഈ C14 ഡേറ്റിംഗ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ ഇവർ തന്നിരിക്കുന്നത് ഇതിന്റെ 2 റേറ്റ് ആണ് തന്നേക്കുന്നത്. ആക്ടിവിറ്റി റേറ്റ് 13 ഡിസിന്റഗ്രേഷൻ പെർ മിനിറ്റ് പെർ ഗ്രാം ആൻഡ് 16 ഡിസിന്റഗ്രേഷൻ പെർ മിനിറ്റ് പെർ ഗ്രാം എന്ന് തന്നേക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഞാനൊരു ലോ എഴുതാം. ആൻഡ് ദാറ്റ് ലോ ഈസ് ആക്ടിവിറ്റി ലോ. ആക്ടിവിറ്റി ലോ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ A is equal to ലാംഡ എന്നു പഠിച്ചായിരുന്നു. ലാംഡ ഇൻറ്റു നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയ എന്ന് പഠിച്ചായിരുന്നു. അപ്പൊ ഈ എയുടെ തന്നെ ഇതിന് ആക്ടിവിറ്റി എന്നാ പറയുന്നത്. ഈ ആക്ടിവിറ്റിക്ക് വേറൊരു ലോ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് A is equal to A0 e raised to minus ലാംഡ ടി. ഇത് A0 എന്നോ ചിലപ്പോൾ R0 എന്നൊക്കെ ടെക്സ്റ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒറിജിനൽ ആക്ടിവിറ്റി റേറ്റ് ആണ് A0. ഇത് അറ്റ് പ്രസന്റ് ആയിട്ടുള്ള ടൈം ടിക്ക് ശേഷമുള്ള ആക്ടിവിറ്റി റേറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ N is equal to N0 e raised to minus ലാംഡ ടി ഡിസിന്റഗ്രേഷൻ ലോ എഴുതിയിട്ട് അതിനകത്ത് നമ്മൾ ടി കണ്ടുപിടിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? 1 by ലാംഡ നാച്ചുറൽ ലോഗ് N0 by N എന്ന ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ടി കണ്ടുപിടിച്ചായിരുന്നു. അപ്പോ അതേ ഫോമാറ്റിൽ തന്നെ നമ്മുടെ ഇപ്പം ആക്ടിവിറ്റി ലോ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ ടൈമിനെ എങ്ങനെ എഴുതാം? 1 by ലാംഡ നാച്ചുറൽ ലോഗ് A0 by A എന്ന് എഴുതാം. നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരിക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവര് നമുക്ക് തന്നിട്ടുണ്ട് ഡിസിന്റഗ്രേഷൻസ്. അതായത് അത് ലൈവ് ആയിരിക്കുമ്പോൾ ഉള്ള ഡിസിന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. അത് ഡെഡ് ആയതിനു ശേഷമുള്ള ഡിസിന്റഗ്രേഷനും തന്നിട്ടുണ്ട്. അപ്പൊ ലൈവ് ആയിട്ടുള്ള ഡിസിന്റഗ്രേഷൻ എന്ന് പറയുന്നത് A0 which is equal to 16 disintegrations per minute per gram ആണ്. സോറി, പെർ ഗ്രാം ആണ്. ഇപ്പോൾ ഉള്ള ഡെഡ് ആയതിനു ശേഷമുള്ള ഡിസിന്റഗ്രേഷൻ 13 disintegrations per minute per gram ആണ്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഈ ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം T half is equal to 0.693 divided by lambda. So lambda is equal to 0.693 divided by T half. അപ്പൊ ഇവിടെ നമുക്ക് ഈ കാർബൺ ഡേറ്റിംഗ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. C14 T half എന്ന് പറയുന്നത് 5730 years ആണ്. സോ അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ 1 by lambda എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. സോ വാട്ട് വി ഗെറ്റ് ഇസ് T is equal to 1 by lambda, that is 5730 divided by 0.693 into natural log 16 divided by 13 എന്ന് വരും. ഇത് കിട്ടുന്ന ആൻസർ 1.7 into 10 raised to 3 years ആണ്. ഓക്കെ, അതായത് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? How long ago did the tree die from the wood sample came? അപ്പൊ എന്നാണ്, എത്ര വർഷം മുന്നെയാണ് ആ ട്രീ ഡൈ ആയി പോയതെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് അബൌട്ട് 1.7 into 10 raised to 3 years. കാര്യം മനസ്സിലായി? അപ്പൊ നമ്മൾ ഡിസിന്റഗ്രേഷൻ റേറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ലാംഡ ഇയേഴ്സിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇയേഴ്സിൽ വന്നത്. ലാംഡ സെക്കൻഡ് റേസ് ടു -1 വരുന്നതെങ്കിൽ അതനുസരിച്ച് ഇവിടെ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലേക്ക് മാറും കേട്ടോ. അപ്പൊ നിങ്ങൾ യൂണിറ്റ് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, so in today's class we were discussed about radiocarbon dating and we have done one problem related to the topic.
Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.